ഇവിടുന്ന് 500 രൂപ വായ്പ മേടിച്ച് പോയിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ഞാൻ തിരിച്ച് വരുമ്പോൾ എൻ്റെ കയ്യിലുള്ള ചെക്കിൻ്റെ എമൗണ്ട് 6000 രൂപയാണ്. പക്ഷേ ഈ എമൗണ്ട് ഇവിടെ വന്ന് കടങ്ങൾ തീർക്കാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ മാസത്തിൽ 2 പ്രാവശ്യമെങ്കിലും ഈ പറയുന്ന തൻവി മീഡിയയിൽ എനിക്ക് വർക്ക് ഉണ്ടായിരുന്നു. ആ സമയത്ത് ഒരു 3 വർഷത്തോളം കണ്ടിന്യൂസ് ആയിട്ട്. പിന്നെ പരസ്പരം എന്ന് പറഞ്ഞ സീരിയൽ, അങ്ങനെ കുറേ സീരിയലുകളാണ് ആ സമയത്ത് ചെയ്തുകൊണ്ടിരുന്നത്. സ്റ്റാർട്ടിങ്. അല്ല, ഇപ്പം ഈ ഡബിങ് വന്നതെന്ന് പറയുന്ന അഭിനയമോഹമായിട്ടാണല്ലോ, അത് പറഞ്ഞല്ലോ ആദ്യമേ. അപ്പം അതിന് വേണ്ടി ചാൻസ് ചോദിച്ച് അങ്ങനെയൊക്കെ പോയിട്ടുണ്ടോ? ചാൻസ് ചോദിച്ചോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയുന്ന ആൾക്കാരോട്, ആ സമയത്ത് പരിചയപ്പെട്ട ആൾക്കാരോട് ഞാൻ ചോദിക്കുമായിരുന്നു. അപ്പോൾ അവരെല്ലാം പറയുന്ന ഒറ്റ മറുപടി എന്ന് പറയുന്നത് വരട്ടെ വിളിക്കാം. എല്ലാവരും കേൾക്കുന്ന മറുപടി തന്നെയാണ്, വരട്ടെ വിളിക്കാം. പക്ഷേ അത് അവരുടെ മിസ്റ്റേക്ക് അല്ല, നമുക്ക് പറ്റുന്ന വന്നിട്ടുണ്ടാവില്ല. എന്നാൽ ഈ തമ്പിസാറിന്റെ വർക്ക്, ശിവമോഹൻ തമ്പിസാറിന്റെ ഒരു വർക്ക് ഉണ്ടായിരുന്നു, സന്ധ്യാരാഗം എന്ന് പറഞ്ഞിട്ട് അമൃത ടിവിയിൽ. അപ്പോൾ ആ സമയം ഞാനിവിടെ പഠിക്കുകയാണ്. അപ്പോൾ സാറിന്റെ ആ വർക്കിൽ യദുചേട്ടനായിരുന്നു നായകൻ. യദുചേട്ടന്റെ കോളേജ് ലൈഫാണ്. ഇപ്പൊ ഈ കോളേജിൽ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, ഒരു 4-5 പേര്. അത് ഒരാളായിട്ട് ഒരു ക്യാരക്ടർ ഒരു 10-12 എപ്പിസോഡ് ചെയ്യാൻ പറ്റി. അതാണ് ശരിക്കും ഒരു സീരിയലിലേക്ക് വരുന്ന ഒരു വരവെന്ന് പറയുന്നത്.